ഇന്ന് വാട്ടർ കളേഴ്സിൽ ബുക്ക് മാർക്സ് ആണ് ചെയ്യുന്നത്. ബുക്ക് മാർക്സ് എന്ന് പറയുമ്പം കുഞ്ഞു കുഞ്ഞു പെയിൻറ്റിങ്സാണ്. വാട്ടർ കളർ ടെക്നിക്സ് പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ചെറിയ ചെറിയ പെയിൻറ്റിങ്സ് ചെയ്യുന്നത്. ബുക്ക് മാർക്സ് ആകുമ്പോൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം. ഹാൻഡ് മെയ്ഡ് പേപ്പറിൻ്റെ ഒരു ഷീറ്റാണ്. അതിൽ നിന്ന് A4 സൈസിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ഹാർഡ് ബോർഡിൽ അത് ടേപ്പ് ചെയ്യാം. 4 സൈഡും ടേപ്പ് ചെയ്യുക. പിന്നെ അതിനെ 4 ഭാഗമാക്കിയിട്ട് തിരിക്കണം. അത് ഓരോ 4 എണ്ണത്തിലും ഓരോ ഡിഫറെൻറ്റ് പെയിൻറ്റിങ്സ് ആണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ പെയിൻറ്റിങ്സ് ആണ്. പെയിൻറ്റിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കളേഴ്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെയിൻ്റ് എടുക്കാനും അത് പ്രിപ്പയർ ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പേപ്പറിൽ വെള്ളമൊക്കെ ഡ്രൈ ആയി പോയി നമ്മൾ ഉദ്ദേശിച്ച ഒരു എഫക്റ്റ് ഒന്നും കിട്ടില്ല. ഇതിൽ ഫസ്റ്റ് ചെയ്യുന്നത് കൺട്രോൾഡ് വാഷാണ്. അതിന് വേണ്ടിയിട്ട് ആ ബോർഡ് ചെറുതായിട്ടൊന്ന് ചെരിച്ച് വെക്കണം. എന്നാൽ താഴോട്ട് ഇങ്ങനെ മെല്ലെ ആ വെള്ളം ഇങ്ങനെ ഒഴുകിക്കോളും. നമ്മൾ പ്രത്യേകമായിട്ട് ഇങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെരിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ ഈ ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മാർജിനിൽ അത് സ്വയം പേപ്പറിൽ വെച്ച് തന്നെ മിക്സ് ആവുന്നതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ പ്രത്യേകമായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട, തനിയേ വന്ന് മിക്സ് ആയിക്കോളും. ഇപ്പോൾ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഒരു സെക്കൻഡ് കോട്ടും കൂടെ കൊടുക്കാം. സെക്കൻഡ് ലെയർ കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവണം. പിന്നെ സെക്കൻഡ് ലെയറും കൊടുത്ത് ഫുൾ ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് ഇതുപോലെ അതിൻ്റെ മേലെ നമുക്ക് എന്തെങ്കിലും വരച്ച് ചേർക്കാം. കുട്ടികൾക്കൊക്കെ വരച്ച് തുടങ്ങുമ്പോൾ ചെയ്ത് പരിശീലിക്കാൻ പറ്റുന്ന നല്ലൊരു ടെക്നിക്കും മെത്തേഡുമാണിത്. വാട്ടർ കളേഴ്സിൽ വാട്ടറിൽ നല്ലൊരു കൺട്രോൾ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ അത് ഈസിയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ബൈ.